ഹലോ ഗായ്സ്, നമസ്തേ കൊച്ചിയുടെ പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നൈറ്റ് റൊട്ടീനാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടല്ലോ, ഫസ്റ്റ് ഞാൻ കോട്ടൺ പാഡ് എടുത്തു, പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് എടുത്ത് ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലീനപ്പ് ചെയ്തെടുത്തു. അതിനുമുമ്പ് ഫേസ് വാഷ് ചെയ്യണം. നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നയാസിനമൈഡാണ് എടുക്കുന്നത്. അത് 2 to 3-4 ഡ്രോപ്സ് ഇട്ടിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൂടുതൽ അപ്ലൈ ചെയ്യണ്ട, കുറച്ച് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറയാറ്. അപ്പം അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ടേ. എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരില്ല അപ്ലൈ ചെയ്ത് ശരിക്കും കൊടുത്തില്ലെങ്കിൽ. അതങ്ങനെയാണ്. കുഴപ്പമില്ല. അങ്ങനെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ നൈറ്റ് റൂട്ടീൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ വാസലിൻ എടുത്തിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഇടയായിട്ട് ഞാനിപ്പോൾ ഖത്തറിലാണ് താമസിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചുണ്ട് ഇങ്ങനെ വരണ്ട് പൊട്ടുന്നുണ്ട്, തൊലിയൊക്കെ വരുന്നുണ്ട്. എത്ര വെള്ളം കുളിച്ചാലും എത്ര ലിപ് ബാം ഇട്ടാലും കുറച്ച് നേരം കഴിയുമ്പോൾ അതാണ് അവസ്ഥ. ലിപ്സ്റ്റിക് ഇട്ടാൽ പോലും അതങ്ങനെ അൺഈവനായിട്ടാണ് കിടക്കണത്. അപ്പം നല്ല രീതിക്ക് നമ്മളെപ്പോഴും ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യണത് നല്ലതായിരിക്കും. വാസലിൻ വെച്ചോ അല്ലെങ്കിൽ ലിപ് ബാം വെച്ച് ചെയ്തിട്ട് എനിക്ക് ഒട്ടും ഒരു കുറവില്ല. വാസലിൻ ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ലിപ്പിനനുസരിച്ചുള്ള സംഭവം ഇട്ട് കൊടുക്കുക. എനിക്ക് ഇതും എൻ്റെ ലിപ് ബാം മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഇട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണിൻ്റെ കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് ലോറിയലിൻ്റെ ഒരു ഐ സിറമുണ്ട്, അത് ഞാൻ ഇടുന്നുണ്ട്. അത് നമ്മുടെ ചുറ്റും, കണ്ണിൻ്റെ ചുറ്റും അതിൻ്റെ പൊക്കത്തും ഇത് ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്യണം അതും വെച്ച്. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇതാണ് സംഭവം. കാണുമ്പോൾ നല്ല ക്യൂട്ടാണ്, നല്ല വണ്ടറാണ്. ഇത് എന്താണ് ഈ 3 മെറ്റാലിക് ബോൾസ് എന്ന് തോന്നുന്നു. പക്ഷേ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഡാർക്ക് സർക്കിൾ മാറും എന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ നൈറ്റ് റുട്ടീനും മേക്കപ്പും ഡേ റുട്ടീനും ഒന്നും ഞാൻ ചെയ്യാറില്ല. ഞാനിങ്ങനെ അലസമായിട്ട് നടന്നുകൊണ്ടിരിക്കണമായിരുന്നു, ബിക്കോസ് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ ഇനി തൊട്ട് എനിക്ക് സ്ഥിരം വീഡിയോസ് ഇടണമെന്നാണ് ആഗ്രഹം. എപ്പോഴും നിങ്ങളോട് ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയണതെന്ന് എനിക്കറിയാം, പക്ഷേ ഐ എം നോട്ട് ദാറ്റ് മച്ച് കൺസിസ്റ്റൻറ്റ്. ഞാൻ ആവാൻ ശ്രമിക്കുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം. ഭയങ്കര ലേസിനെസ്സാണ്. വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒന്ന് കിടന്നാൽ മതി എന്നുള്ള ചിന്തയാണ്. പിന്നെ വീഡിയോസ് ഇടണമെന്നൊന്നും ആഗ്രഹമില്ല എന്നിട്ടല്ല, പക്ഷെ എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ് കൊടുക്കേണ്ടത് എനിക്ക് കൂടുതലായിട്ട് വന്നു തുടങ്ങണതാണ് ഈ ടൈമിലൊക്കെ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കെയർഫുൾ ആവാൻ പോകണതാണ് എൻ്റെ ബ്യൂട്ടീനെ കുറിച്ച്. അപ്പോൾ ഞാൻ ഒന്ന് വേഗം ഉണങ്ങാൻ വേണ്ടി കാത്തിരിക്കണേന് അടുത്ത സീറോ ഇടാൻ. എനിക്ക് ഇതാണ് ഏറ്റവും ഭ്രാന്ത് പിടിക്കുന്ന സംഭവം. ഈ സീറോ ഇടുമ്പോൾ ഒരു സീറോ ഇട്ടിട്ട് ഉണങ്ങണ്ടേ, അതിനാണ് എനിക്ക് ഏറ്റവും കലി. അത് ആലോചിക്കുമ്പോൾ തന്നെ നൈറ്റ് റൂട്ടീൻ ചെയ്യാൻ തോന്നില്ല. എങ്ങനെയാണാവോ ഈ ലോകത്തെ എല്ലാ പെൺപിള്ളേരും നൈറ്റ് റൂട്ടീനും ബ്യൂട്ടി കെയറും ഹെൽത്ത് ടിപ്സൊക്കെ എങ്ങനെയാണാവോ ഇത്ര കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യണത്. ക്ഷമയില്ലാത്ത ആൾക്കാർക്ക് ഒട്ടും പറ്റാത്ത പരിപാടിയാണ് ബ്യൂട്ടി ടിപ്സ്. അത് എനിക്ക് നല്ല രീതിക്ക് മനസ്സിലായ കാര്യമാണ്. അടുത്തത് ഞാനിവിടെ ഇടാൻ പോണത് വൈറ്റമിൻ സി ആണ്. യെസ്, ഇറ്റ്സ് വൈറ്റമിൻ സി. അപ്പോൾ അത് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സിറം അപ്ലൈ ചെയ്ത് പൂർണ്ണമായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഇടേണ്ടത്. ബട്ട് എനിക്ക് ക്ഷമ കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിടും. എന്ത് ചെയ്യാനാ, പോട്ടെ, ക്ഷമിച്ചോളാം നിങ്ങൾ. അപ്പോൾ എൻ്റെ മുഖത്ത് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ നോട്ടീസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ 26 വയസ്സായി. അപ്പം എൻ്റെ മുഖത്തൊക്കെ ഓപ്പൺ പോസ് വരാൻ തുടങ്ങി, കുരുക്കൾ അധികമായിട്ട് വരാൻ തുടങ്ങി ഡെലിവറി കഴിഞ്ഞതിന് ശേഷം. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ കാക്കപ്പുള്ളി എന്നൊക്കെ പറയില്ലേ, എൻ്റെ കവിളത്ത് കണ്ടില്ലേ, അങ്ങനെയൊക്കെ ചെറിയതായിട്ട് വേറെ സ്ഥലത്തൊക്കെ മുഖത്തിൻ്റെ വേറെ ഭാഗത്തൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഐ ഡോണ്ട് നോ, ഐ എം ഗെറ്റിംഗ് ഓൾഡർ, ദാറ്റ്സ് വൈ ഐ തിങ്ക് സോ. ഇങ്ങനെയൊക്കെ ഫേസസിൽ ചേഞ്ചസ് വരുമ്പോൾ പെട്ടെന്നൊരു സങ്കടമാണ്. ഇത്രയും നാൾ നമ്മൾ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വലുതായിക്കൊണ്ടിരിക്കണല്ലോ. 90s കിഡ്സ്, ഇറ്റ്സ് ബിക്കമിങ് ലൈക്ക് എന്താ പറയുക, നമ്മൾ ഓൾഡർ ആയിക്കൊണ്ടിരിക്കണതാണ്.
ചില സമയത്ത് ഞാൻ ചിന്തിക്കുമ്പോൾ വിചാരിക്കും, ഓ മൈ ഗോഡ്, ഈ ഒരു 3-4 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും 30 വയസ്സാവും, ആൻറ്റി ആവും എന്നുള്ള സ്കീം. സോ ഞാൻ ഇപ്പം അപ്ലൈ ചെയ്തേക്കുന്നത് റെറ്റിനോളാണ്. റെറ്റിനോൾ ആഴ്ചയിൽ 2 തവണയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് നിങ്ങൾ 2 തവണ അടുപ്പിച്ച് അപ്ലൈ ചെയ്യാണ്ട് 3-4 ദിവസം ഇടവിട്ട് അപ്ലൈ ചെയ്യാം. ദാറ്റ്സ് ഗുഡ്. അപ്പോൾ റെറ്റിനോള് രാത്രി മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് രാത്രി മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതും കൂടി ഒന്ന് മൈൻഡിലെടുത്തോളണേ. നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറേ നാളായി മുഖത്തെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നോക്കിയിട്ട്. എക്സാമിൻ്റെ കാര്യമായതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു, ജയിക്കുമോ എന്ന് ഓർത്തിട്ട്. എന്നിട്ട് എന്തായി, 3 2 തോറ്റി. അതെത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും അങ്ങനെയൊക്കെ തന്നെ ജയിച്ചെടുക്കണം. ബിക്കോസ് ഇനി എനിക്ക് ടൈമില്ല. ഇത്രയും നാൾ ഞാൻ ഇങ്ങനെ കളിച്ച് കിടന്ന് എനിക്ക് ഡിഗ്രി എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഇപ്പോൾ എഴുതിയെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഡിഗ്രി ഇല്ലാത്തതിൻ്റെ നല്ല വിഷമമുണ്ട്. അതിനനുസരിച്ച് നല്ല ജോലിയൊക്കെ കിട്ടണമെങ്കിൽ ഡിഗ്രി എന്തായാലും വേണം. അപ്പം അടുത്തത് ഞാൻ ഇവിടെ എടുക്കുന്നത് ഹൈഡ്രോളിക് ആസിഡിൻ്റെ ഇതാണ്. ഇത് ഞാൻ വന്നിട്ട് മിനിമലിസ്റ്റിൻ്റെയാണ് എടുക്കുന്നത് കേട്ടോ. നല്ല സ്റ്റിക്കി ടൈപ്പ് സംഭവം. ഗുഡ്. അത് നമുക്ക് ഡാബ് ചെയ്ത് കൊടുക്കാവേ. കണ്ടില്ല എൻ്റെ ഓപ്പൺ പോസൊക്കെ, എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമോ, അയ്യോ ഇത്ര പെട്ടെന്ന് വയസ്സായോ എന്നുള്ള ചിന്ത. ബട്ട് നോ പ്രോബ്ലം, എനിക്ക് 3 വയസ്സുള്ള കൊച്ചുണ്ട്. അപ്പം പിന്നെ പ്രശ്നമില്ല. അവൾ വലുതാവും തോറും ഞാനും വലുതാവുമല്ലോ. പിന്നെ ആകെയുള്ളൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം എനിക്ക് എൻ്റെ ഒരു 23-ാമത്തെ വയസ്സിലാണ് എൻ്റെ കൊച്ചുണ്ടായത് കേട്ടോ. അപ്പം അപ്പോഴൊക്കെ ഞാനായിരുന്നു എൻ്റെ ക്ലാസ്സിൽ 2ാമത്തെ മമ്മി ആയത്. അപ്പം യുനോ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്ര പെട്ടെന്ന് മമ്മി ആയല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ ലേറ്റർ ഓൺ കൊച്ചു വലുതാവുമ്പോൾ ഞാനും വലുതാവും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആവും എന്നുള്ളൊരു തോട്ടുണ്ട് മനസ്സിൽ. ബിക്കോസ് ഷീ ഈസ് എക്സാക്ട്ലി ദ സെയിം ആസ് മീ. ജൂനിയർ മിത എന്നാണ് എല്ലാവരും അവളെ വിളിക്കുന്നത്. ബിക്കോസ് എൻ്റെ എല്ലാ കുനിഷ്ഠ സ്വഭാവവും അതിൻ്റെ കയ്യിലുണ്ട്. ഞാൻ റീൽസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കണ്ട് അവളും ഡാൻസൊക്കെ ചെയ്യും, അവളും ഡാൻസ് കളിക്കും. ശരിക്കും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ കൊച്ചിനെ കാണുമ്പോൾ കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ അവളിരുന്ന് സ്ഥിരം കാണും എൻ്റെ യൂട്യൂബൊക്കെ. അപ്പോൾ അടുത്ത ഞാൻ മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. മിനിമലിസ്റ്റിൻ്റെ തന്നെയാണ് എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ എന്തോ പാട്ട് കേട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യണം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അങ്ങനെയൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞാണ് ഇവമോള്. അപ്പം ഇമ്മു എന്നാണ്, ഇവാച്ചു ഇവാച്ചി ഇമ്മോള് എന്നൊക്കെ വിളിച്ച് ഇപ്പം അതൊരു എന്താ പറയുക, കുറേ ഘട്ടങ്ങൾ കഴിഞ്ഞ് ഇമ്മു ആയിക്കൊണ്ടിരിക്കുകയാണ് അവൾ. ഇമ്മു എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വീട്ടിലെല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവളാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത്. ഇപ്പോൾ ഇമ്മു മോള് കാണണ്ടെങ്കിൽ മമ്മി ഇതേ ഡെയിലി റൂട്ടീനൊക്കെ ചെയ്യേണ്ട, മമ്മീനെ സപ്പോർട്ട് ചെയ്യണം. ഇമ്മളുടെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ മമ്മിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ചുമ്മാ ഇതൊക്കെ ഈ വീഡിയോസൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിന്, നമ്മുടെ ഒരു നേരം പോക്കിന്, നമുക്ക് എന്താ പറയുക, നമുക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്, നമുക്ക് എല്ലാവരെ പോലെ ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു സംഭവമുള്ളത്. വലിയ മോണിറ്റൈഷനൊന്നും വേണ്ടിയിട്ട് ഞാൻ ചെയ്യണ പരിപാടിയല്ല.